വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാ ഇത്രയും പെട്ടെന്ന് അവളുടെ കല്യാണം നടത്തിയത്. വിഷമിക്കാതെ വിനോദ്. വിനോദ് ഇങ്ങനെ തളർന്ന വീട്ടുകാരെ ആര് സമാധാനിപ്പിക്കും? ഇല്ല കിരൺ, അവളോട് ചിരിച്ചു കളിച്ച് നടക്കുന്ന മുഖമാണ് എന്റെ മനസ്സിൽ. നിങ്ങളെന്താ ഇതുവരെ പോവാത്തത്? ചേച്ചി പോകാൻ തുടങ്ങിയപ്പോഴാ വിനോദിനെ കണ്ടത്. വിനോദ് ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ടാ. വിനോദിന്റെ സിസ്റ്ററിനെ ആസിഡ് കുടിച്ച് ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ആസിഡോ? അത് വിനോദിന്റെ പെങ്ങൾ വിനീതയുടെ ഭർത്താവും വീട്ടുകാരുവാ. വിനീതയുടെ ആൾക്കാര് എന്തായി ഡോക്ടർ? സോറി, വിനീത മരണപ്പെട്ടു. അയ്യോ പ്രേമ, നമ്മുടെ മോള് സമാധാനപ്പെടും. എന്റെ മോളെ അയ്യോ പ്രേമ, നമ്മുടെ മോള്. ചേട്ടന്റെ പൊന്ന മോള്. എന്തിനാ ദൈവമേ നമ്മളെങ്ങനെ ശിക്ഷിച്ചത്? ഞാനെന്ന് പറഞ്ഞ അവക്ക് ജീവനായിരുന്നല്ലോ. അയ്യോ അമ്മ കരയതമ്മേ. ഈശ്വരൻ നമുക്ക് ഇത്രയും വിരിച്ചിട്ടുള്ളൂ. അതവള് പോയത്. എന്ത് തെറ്റ് ചെയ്തിട്ടാ ഭഗവാനെ? അതെ, അയ്യോ എന്നാലും ഈ കൊച്ചെന്തിനാ ഇങ്ങനെ ഒരു കടും കൈ കാണിച്ചത്? കരയില്ലമ്മേ. അമ്മേ, വിഷമിക്കില്ല അമ്മേ. കരയില്ലേ അമ്മേ? അമ്മ ഇങ്ങനെ കരയില്ലേ? മോളെ ദുർഗ, നമ്മളിനി ഇവിടെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ചേച്ചി. ചേച്ചി വീട്ടിൽ പോയിക്കോ. എങ്കിൽ ശരി, ഞാൻ ഇറങ്ങാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ഞാൻ പറഞ്ഞോളാം ചേച്ചി. ശരി എന്നാ. എന്ത് തെറ്റ് ചെയ്തിട്ടാ ഭഗവാനെ? അയ്യോ ഹലോ, എന്തായി? ഞാൻ കുറെ ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. അഷിതയ്ക്ക് പറ്റില്ലെങ്കിൽ പറ, ഞാൻ വേറെ വഴി നോക്കിക്കോളാം. മേഡം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ലോ. അഷിതയെ കുറ്റം പറഞ്ഞതല്ല, എന്റെ ടെൻഷൻ കൂടി അഷിത മനസ്സിലാക്കണം. അതൊക്കെ എനിക്ക് അറിയാം. ഇപ്പൊ പൂർണിമേച്ചി ഇവിടെ ഇല്ല. ഞാൻ ഒന്നുകൂടെ ശ്രമിക്കാം. പൂർണിമ അവിടെ ഇല്ലേ? ഇല്ല. എന്നിട്ടാണോ ഈ സമയം കളയുന്നത്? പൂർണിമ വരുന്നതിന് മുമ്പ് എത്രയും വേഗം പെൺഡ്രൈവ് കണ്ടെത്താൻ ശ്രമിക്കേ. ശരി, ഞാൻ ശ്രമിക്കാം. ആ പെൺഡ്രൈവ് നീ എനിക്ക് നേടിത്തന്നാൽ കിട്ടാൻ പോകുന്നത് CEO സ്ഥാനമാണ്. അത് നീ മറക്കണ്ട. ഞാൻ എന്റെ മാക്സിമം നോക്കാം.
വിനോദേ, എത്ര മിടിക്കായിരുന്നു അറിയാമോ? എല്ലാ രീതിയിലും കഴിവുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അവള്. വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാ ഇത്രയും പെട്ടെന്ന് അവളുടെ കല്യാണം നടത്തിയത്. വിഷമിക്കാതെ വിനോദ്. വിനോദ് ഇങ്ങനെ തളർന്ന വീട്ടുകാരെ ആരെ സമാധാനിപ്പിക്കും? ഇല്ല കിരൺ, അവളുടെ ചിരിച്ചു കളിച്ച് നടക്കുന്ന മുഖമാണ് എന്റെ മനസ്സിൽ. കിരണിനറിയോ, ഇന്ന് അവളുടെ വിവാഹ വാർഷിക. സന്തോഷമായിട്ടിരിക്കേണ്ട ഇന്ന് തന്നെ. സംഭവിക്കാനുള്ളത് സംഭവിച്ചു എന്ന് കരുതി സമാധാനിക്കാനല്ലേ നമുക്ക് സാധിക്കൂ വിനോദ്? അല്ല ചേടി, അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞതോടെ അവളുടെ ചിരിയും കളിയൊക്കെ അവസാനിച്ചില്ലെന്ന് പലതവണ ഞാൻ ഓർത്തിട്ടുണ്ട്. ഹസ്ബൻഡിന്റെ വീട്ടില് വിനീതയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? സ്ത്രീധനത്തിന്റെ പേരിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഇത്രയും വലിയൊരു അബദ്ധം കാണിക്കാൻ മാത്രം വലുതാണെന്ന് ഞാൻ കരുതിയില്ല. ചേടി, എനിക്ക് അവളെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം അവള് വീട്ടിൽ വന്നപ്പോ അമ്മ ഞാൻ ഇറങ്ങുവാ. മോനെ ആ? എന്തേലും ഒന്ന് കഴിച്ചിട്ട് പോടാ. ഒന്നും വേണ്ടമ്മേ, ഇപ്പൊ തന്നെ ലേറ്റായി. വേഗം എന്തേലും ഒന്ന് കഴിച്ചിട്ട് പോ. വേണ്ടമ്മേ, ഞാൻ അവിടെ ചെന്നിട്ട് കഴിച്ചോളാം. ഡാ. എന്താടി എന്തു പറ്റി? എന്താടി മോളെ, എന്തിനാ നീ കരയുന്നേ? എന്താ? എനിക്ക് മടുത്തു. ഞാൻ ഇനി ആ വീട്ടിലേക്ക് ഇല്ല ഏട്ടാ. അതിന് മാത്രം എന്താ മോളെ പ്രശ്നം? പറയൂ. എന്താ മോളെ, അവിടെ നിന്ന് ഇങ്ങനെ ഓടി ഇറങ്ങി വരാൻ മാത്രം എന്താ ഉണ്ടായത്? നീ എന്താണെന്ന് കാര്യം പറ.